നിർത്തണേ കണ്ടക്ടർ സാറേ, നിർത്തണേ നിർത്തണേ. കൂപ്പൺ ഉണ്ട്, എന്റെ കയ്യിൽ കൂപ്പൺ ഉണ്ട്. ആ കയറി കയറി കയറി. ആവശ്യം തരാം. ഞാൻ വായിച്ചതാ. സീതേ, ഞാൻ നോക്കിയായിരുന്നു ഇത് ആര് വരുന്നതെന്ന്. നിർമ്മല ചേച്ചി പറഞ്ഞിരുന്നു സീതയെന്ന് വരുമെന്ന്. ചിറ്റമ്മയ്ക്ക് സുഖമല്ലേ? പരമസുഖം. അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. എന്നാ എനിക്ക് സുഖമാണോ എന്ന് ഒരു വാക്ക് ചോദിച്ചോ? അത് പ്രത്യേകിച്ച് എന്തിനാ ചോദിക്കുന്നത്? ഹരിയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ സുഖമാണെന്ന്? ഹരി എവിടേക്കാ? ഓ, വെറുതെ ക്ലബ് വരെ പോവാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ പോണമെന്നില്ല. തരൂ, ബാഗ് ഞാൻ പിടിച്ചോളാം. നോ താങ്ക്സ്. ഏത് ബസ്സിനാ നീ വരുന്നെന്ന് അറിയാത്തതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വരണമെന്ന് സംശയിച്ചു. ബാങ്കിൽ നിന്ന് വരുന്ന വഴി വെറുതെ ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതി വരികയായിരുന്നു. വാ, കയറ്. ഹരി വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. വരട്ടെ. ഇതായിരുന്നു നന്ദു. നീ എന്താടാ ഇവിടെ? ഹരി, ആ പെങ്കൊച്ചെന്തിനാ അയാളുടെ കാറി കയറിപ്പോയത്? ആര്, സീതയോ? അത് പിന്നെ സേതു വേട്ടം വന്ന് വിളിച്ചാൽ സീതയ്ക്ക് പോകാതിരിക്കാൻ ഒക്കുമോ? അയാൾ സീതാരാ? സീതയുടെ ചേച്ചിയുടെ ഭർത്താവ്. ആഹാ, അത് ശരി. നീ എന്താ ഒരു മുന്നറിയിപ്പും കൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഏയ്, ഒന്നുമില്ല. നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. പിന്നെ കമ്പനിയുടെ സെയിൽസ് പ്രൊമോഷൻ സർവേ നടക്കുകയാണ്. എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഏരിയ ഇതാണ്. സി, ഐ എം ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി നൗ. ഓ, മനസ്സിലായി. എന്ത്? അല്ല, ഈ ഏരിയ നിനക്ക് അലോട്ട് ചെയ്താണോ? അതെ, ഒന്നുമില്ലേലും 4-5 കൊല്ലം നിന്റെ കൂടെ കോളേജിലും ഹോസ്റ്റലിലും ഒരുമിച്ച് കഴിഞ്ഞല്ലേ? പാല് വെക്കും പറഞ്ഞൂടെ? നിന്റെ അടുത്ത് എന്തിനാ വിളിക്കുന്നത്? ഞാൻ ആ സീതയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അങ്ങനെ വരട്ടെ. അപ്പൊ സംഭവം വേണല്ലേ? നീ മുഴുവനും കേക്ക്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ചു ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് പോന്നു. ഇവിടെ ആവുമ്പം നിന്റെ സപ്പോർട്ടും ഉണ്ടാവുമല്ലോ. നീ എങ്ങനെയെങ്കിലും അവളോട് അല്ലെ അവളുടെ വീട്ടുകാരോട് പറഞ്ഞ് ഒരു ലൈൻ ഒന്നെനിക്ക് തരണം. എന്നാലും നന്ദു, കോളേജിലും ഹോസ്റ്റലിലും വെച്ച് നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു.
പക്ഷെ അതിന് പ്രത്യുപകാരമായിട്ട് നീ എന്നെ കൊണ്ട് ഈ മാമാപ്പണി ചെയ്യിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ. ചില ചക്കര ഞാൻ നിന്നോടല്ലാതെ ആരുടെ പറയാ. ഏതായാലും നീ വാ, നമുക്കൊരാരൊക്കെ നോക്കിക്കളെ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്ന് അറിയണമല്ലോ. ഇതൊന്ന് പിടിച്ചേ. വന്നു, നമ്മളെ തന്നെ ആണോ? സോണിക്കുട്ടി, ഹായ്. എത്ര നേരമായി ഞാനും അമ്മ ആന്റി വരാൻ കാത്തിരിക്കുന്നു. ആഹാ, സേതേട്ടാ, ചേച്ചിയുടെ മുഖത്തുനിന്ന് ഒരു മാറ്റം. കവിളൊക്കെ ദേ തുടുത്ത്, കണ്ണൊക്കെ ദേ തിളങ്ങി. രണ്ടാമത്തെ പ്രൊഡക്ഷന്റെ വല്ല തുടക്കമാണോ? ആണോന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ വയ്യ, ആണെന്ന് ഉറപ്പ് പറയാറുമായിട്ടില്ല. കണ്ടോ കണ്ടോ, അപ്പൊ എന്റെ ഊഹ ശരിയാണേ. വന്ന് കേറുന്നല്ലേ ഉള്ളൂ, തുടങ്ങി പെണ്ണിന്റെ വായാടിത്തം. ഹോസ്റ്റലിൽ നീ എണ്ണം കഴിയുമ്പോ തേച്ച് കുളിക്കാറില്ലല്ലേ? ഇരിക്കുന്ന കോലം കണ്ടില്ലേ, മുടിയൊക്കെ ചട പിടിച്ചു. പിന്നെ ഇവിടുത്തെ പോലെ എണ്ണയും കൊഴുമ്പും തേച്ച് വിസ്തരിച്ച് നീരാടാൻ അവിടെ വെറുതെ ഇരിക്കണമെന്ന് ചേച്ചിയുടെ വിചാരം. കോലം കെട്ട് നടന്നാലേ വല്ലവനും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുപോകാനുള്ളതാണ്. ഓ, ഈ കോലം കണ്ടു വരുന്നവര് വന്നാ മതി. അല്ലെങ്കിൽ ഞാനും എന്റെ സോണിക്കുട്ടിയും കൂടെ ഇവിടെ ഇങ്ങനെ കഴിയും, ഇല്ലേ മോളെ? അല്ല, അനിയത്തി വന്ന വേളത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ള കാര്യം മറന്നുപോയോ? ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ ഒരു കപ്പ് കാപ്പിയെങ്കിലും തന്നു ശ്രീമതി. അയ്യോ സോറി സേതുവേട്ടാ, ഇപ്പൊ കൊണ്ടുവരാം. ഇതേപ്പോ വന്ന് കയറിയതേ ഉള്ള അച്ഛാ. എത്ര ദിവസം ഉണ്ട്? 9ന് തിരിച്ചെത്തണം. പഠിത്തമൊക്കെ നന്നായിട്ട് നടക്കത്തില്ലേ? ഓ അച്ഛാ. സേതുവിനെ രാവിലെ ആ തോമസ് മാത്യു വിളിച്ചിരുന്നു. ഞാൻ ബാങ്കിലേക്ക് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിരുന്നു, ഞാൻ വന്നു കയറിയുള്ളൂ. ഈ ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം. ശരി. സോണിക്കുട്ടി വാ, മുത്തശ്ശൻ കഥ പറഞ്ഞു തരാം. വേണ്ട, ഇന്ന് ആന്റി കഥ പറഞ്ഞുതരും. ഓ, ആന്റി വന്നപ്പോ സോണിക്കുട്ടിക്ക് മുത്തച്ഛനെ വേണ്ട. മുത്തച്ഛനെയും വേണം, ആന്റിയും വേണം. ഇത് ചെറിയ ടൗൺ ആയതുകൊണ്ട് ഇവിടെ വലിയ സൗകര്യമുള്ള ഹോട്ടലൊന്നും കാണില്ലല്ലേ? അല്ല, എനിക്കാണെങ്കിൽ 5-6 ദിവസം ഡ്യൂട്ടി ഇവിടെ. പക്ഷെ എന്ത് ചെയ്യാനാ, ദിവസവും പോയിട്ട് വരാന്ന് പറഞ്ഞാൽ. എന്താ കുഞ്ഞെ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? മോൻ ഒരു കാര്യത്തിന് ഇവിടെ വരുമ്പോ ഹോട്ടൽ അന്വേഷിക്കുന്നത് ശരിയാണോ? ഇത് മോന്റെ വീട് പോലല്ലേ? അതെ, എന്നാലും അമ്മ, അത് അമ്മയ്ക്ക് ഒരു അസൗകര്യാവില്ലേ? എന്താ അസൗകര്യമെന്നാ? ഹരി കോളേജിൽ പഠിക്കുമ്പോ എങ്ങനെ കഴിഞ്ഞവരാ നിങ്ങള്? ഒന്നുമില്ലെങ്കിലും കുഞ്ഞിന്റെ വീട്ടിലും ഹരി കുറെ നാൾ താമസിച്ചതല്ലേ. വേറെങ്ങും പോകണ്ട. ഇവിടുത്തെ ജോലിയൊക്കെ തീരുന്നത് വരെ മോൻ ഇവിടെ തന്നെ താമസിച്ചാ മതി. അമ്മയ്ക്ക് എങ്ങനെ ബന്ധമാണെങ്കിൽ എങ്ങനെയാവാ? അല്ലേ ഹരി?